കാട്ടിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. Meters at the roundabout, take the second exit. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ. അതുപോലെ തന്നെ സ്കൂൾ വെക്കേഷൻ ആണ്. അപ്പൊ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നതാണ്. Meters, your destination will be on the right. Zoo main entrance. I didn't know there were many cars. Building ലാന്ന് തോന്നുന്നു റിസപ്ഷൻ കൗണ്ടേഴ്സ് ഒക്കെ അവിടെയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ചെന്നിട്ട് കാണാം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അതിവിശാലമായ പാർക്കിങ്, കുറേ ഏരിയയിൽ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. നമ്മളിവിടെ പാർക്ക് ചെയ്യുവാണ്. അലൈൻ സൂയിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. ശരിക്കും ഒരു കാടിൻ്റെ ഒരു നല്ലൊരു കാടിൻ്റെ അകത്തോടാണ് ഈ റോഡ് പോകുന്നത്. റിസപ്ഷൻ കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇപ്പോഴേ നമുക്ക് കാണാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അലൈൻ സൂ എന്ന് പറഞ്ഞ്. ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം നല്ല ക്ലൈമറ്റാണ്, നല്ല വെക്കേഷനാണ്. ശരിക്കും ഒരു കാടിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു വല്ലാത്തൊരു നല്ല രസമുണ്ട്. അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വിശാലമായ കാർ പാർക്കിംഗ് ആണ്. നമ്മൾ റിസപ്ഷൻ കൗണ്ടറിലേക്ക് പോവുകയാണ്. ഫുഡൊന്നും അലൗഡ് അല്ല എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല ആളുണ്ട്. ഇതിൻ്റെ കൗണ്ടറാണ്. നമ്മൾ ക്യൂ നിൽക്കും. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. നമ്മളിവിടെ ക്യൂ നിൽക്കണം. അലൈൻ സൂ ഇപ്പം നല്ല ഉച്ചയായി, 12 മണിയായി, 12 കഴിഞ്ഞു. ഇപ്പം നല്ല വെയിലായി, അടിപൊളി. ഇതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അടിപൊളി. മാനുകളൊക്കെ ബ്രോ, ഇതിന്റെ പേരാണ് ഡാമ ഗസേൽ. അതാണ് ഇതാണ്ട് അവിടെ കാണുന്നേ. ഓടിച്ചാടി നടക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ? നമ്മൾ കാണുന്നത് ഡാമ ഗസേൽ എന്ന് പറയുന്ന മാനിൻ്റെ ഒരു കൂട്ടത്തെയാണ്. ശരിക്കും ഒരു കാടാണ്. കാടിൻ്റെ അകത്താണ് ഇവർക്ക് ഉള്ള സ്ഥലവും ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അരുവിയുണ്ട്.
നമ്മളിത് ഇവിടെയാണ് ഇത്രയും വലിയൊരു സൂ, ഇത്രയും വിശാലമായിട്ടുള്ളത്. ഇതേ അടിപൊളി സംഭവം. ഓഹ്, മാപ്പാണ്, ഇത് നോക്കി പോയാൽ മതി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ്, വാഷ്റൂം, മോസ്ക് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട്, സൗണ്ടുകളൊക്കെ കേൾക്കാം. ഇതിവിടെ ചീറ്റ പ്രസൻറ്റേഷൻ. അപ്പം ഈ ചീറ്റയ്ക്കുള്ള ഏരിയ ആണ് നമ്മൾ ഈ കാണുന്ന. ഇത്രയും വലിയൊരു ഏരിയ ആണ് ചീറ്റയ്ക്കുള്ളത്. അപ്പം ഇതിൻ്റെ ഇവിടെ എവിടെയോ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാം. ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ എവിടെയോ ഉണ്ട് ചീറ്റ, പക്ഷെ അത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി രാവിലെ ഉറങ്ങിയാണോ, ഉച്ചയായി, 12 മണിയായി, എന്താണ് പരിപാടി എന്നൊന്നും നമുക്കറിയത്തില്ല, കാണാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു ഏരിയ ആണ് ചീറ്റയ്ക്ക് മാത്രമുള്ളത്. ഇവിടെ ചീറ്റ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നോക്കാം തിരിച്ചു വരുമ്പോൾ കാണുമെന്ന്. നമ്മൾ സൂവിൻ്റെ അകത്തേക്ക് നടക്കുകയാണേ. ഒക്കെ ഇങ്ങനെ ഓരോ മൃഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. യൂറോപ്യൻസും അവധിയുള്ളതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട്. അടുത്ത സ്പോട്ടഡ് ഹൈന ഗ്രാസ് ലാൻഡ്. എവിടെയോ പോകാം. സ്പോട്ടഡ് ഹൈന, എന്താ ക്രോക്കൂട്ട, അടിപൊളി പേര്. അതിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി, ലോക്കോമോഷന്, കൺസർവേഷൻ, അഡാപ്റ്റേഷന് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിവിടെ എവിടെയെങ്കിലും കാണാം ഹൈന. നമുക്ക് നോക്കാം. വലിയൊരു ഏരിയ ആണ്. ഇപ്പം ഇവരെല്ലാം എഴുന്നേറ്റ് എവിടെ പോയെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കി കണ്ടുപിടിക്കണം, കാടല്ലേ. ഇതിൻ്റെ അകത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഇതിൻ്റെ പുറത്താണ് നമ്മൾക്ക് ചുറ്റി നടന്ന് കാണാൻ പറ്റുന്നേ. അവിടെ ഇഷ്ടംപോലെ മരങ്ങൾ, ഈത്തപ്പനകൾ എല്ലാം ഉണ്ട്. ചെറിയൊരു മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജിറാഫ് ഫീഡിങ് ഒയാസിസ്. അത് ഇങ്ങോട്ട് നോക്കാം നമുക്കിവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഇതെന്താണ് അടുത്തത്? ഹൈന. ഈ ഹൈന എന്തിയേ? ഹൈനെ കണ്ടോന്ന്? നല്ല കാറ്റ്, എന്നാ രസമുണ്ടെന്നറിയോ. ഈ ഡിസംബർ മാസത്തിലൊക്കെ വരണം. എന്നാൽ നല്ല ക്ലൈമറ്റ്, നല്ല മന്ദമാരുതൻ. വാവ്, സൂപ്പർ. കാണാൻ പറ്റുന്നുണ്ടോ? ഹാ, ഇതിൻ്റെ നമുക്ക് ചെറിയ അരുവികൾ കാണാൻ പറ്റുന്നുണ്ടോ? ശ്രദ്ധയില്ലേ, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെടിയുടെ പേര് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ആ ചെടിയുടെ പേരാണ് വാട്ടർ ബാരൽസ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഒരു വ്യൂ കണ്ടോ? നല്ല
മലനിരകളും. അസംബ്ലി പോയിന്റ്, ഇവിടെ എല്ലാം അസംബ്ലി പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം നമുക്ക് ഇരിപ്പിടമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഓപ്പണിംഗ് 9 to 7 PM ആണ്. നല്ല കാറ്റുണ്ട്, നല്ല കാലാവസ്ഥ. ഇപ്പോൾ നല്ല ഉച്ചയായി, ചൂടൊക്കെ ആയി, എന്നാലും നല്ല ചൂടാണ്. അധികം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവഴി കൂടെ നടക്കുന്നതിന്. ഇവിടെ ഇങ്ങനെ നമ്മൾ നടക്കുകയാണ് കാട്ടിൽ കൂടെ. നടുക്കൂടെ വലിയ റോഡുകൾ പോകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ 3rd or 4th ടൈംസാണ് ഞങ്ങളിവിടെ വരുന്നത്. 3rd ടൈമാണെന്ന് തോന്നുന്നു. നമുക്ക് വണ്ടിയുണ്ട്. ഇത് നമുക്ക് ബുക്ക് ചെയ്യാം റിസപ്ഷൻ കൗണ്ടറിൽ. ഓ, ഇതേത് ടൈപ്പ് ഓഫ് ഗോട്ടാണ്. ഓ, നാടൻ പൂങ്കോഴി. ഇതിനെ എവിടെ കണ്ടാലും എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോകും. വാവ്, സൂപ്പർ. ഇങ്ങനെ കണ്ടു മോഹിക്കല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല. സൂപ്പർ. ഇതിനെ എങ്ങ് കൊണ്ടുപോയാലോ? വാ, അടിപൊളി. നല്ല, പക്ഷെ കൂട്ടിലാണ് നമ്മുടെ കോഴി. പിടക്കോഴിയാണ്, പിടക്കോഴി. ഇവിടെ ഒരു സംഭവം ഡയാന ഈ സംഭവം എന്തുവാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. അതിൻ്റെ പേരാണ് മീർ ക്യാറ്റ്. ഈ സാധനമാണ്. ഡയാന കളിപ്പിച്ചുകൊണ്ട് നടക്കുന്നേ. അവിടെ നിൽക്കേ. ഹലോ. ഡയാന കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ. ഡയാന, ഇത് വേറൊരു കൂട്ടം. ഇതിൻ്റെ പേര് നമുക്ക് നോക്കാം. ഇഷ്ടം പോലുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ പേരെന്തിയേ? ഇതിൻ്റെ പേര് എഴുതി വെച്ചിട്ടില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ ബൈനോക്കുലറിൻ്റെ അകത്തൂടെ നോക്കുമ്പോൾ നമുക്ക് എന്തോ കാണാം. അവരെഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡോണ നമ്മളിത് ഇങ്ങനെ നടക്കുകയാണേ. ബസ് സ്റ്റോപ്പ്. മുമ്പേ ഞാൻ ഇതിൻ്റെ പേര് തപ്പുമായിരുന്നു, എനിക്ക് പേര് കിട്ടിയില്ല. ഇതാണ് അറേബ്യൻ ഓറിക്സ്. ഓക്കെ, അറേബ്യൻ ഓറിക്സ് ആണ്. അറേബ്യൻ ഓറിക്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അറേബ്യൻ ഓറിക്സ്. എൻ്റെ കൊമ്പ് കാണാൻ കറക്റ്റായിട്ട് കാണാലോ. അറേബ്യൻ ഓറിക്സ്. അതിൻ്റെ ഒരു നടപ്പ് കണ്ടോ? അതിനകത്ത് അവിടെ റോഡ് നടക്കുന്നുണ്ടോ?
ഇതിൻ്റെ അകത്ത് ഒരു ലേണിംഗ് സെൻ്റർ ഉണ്ട്, അതിലേക്ക് നമുക്ക് കയറാം. പപ്പയും പിള്ളേരും അതിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് കയറി പോകണം. എന്ത് രസമുണ്ട്, നല്ല നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മൾ കുറേ നടന്നു, ഇതൊരു 6-7 മണിക്കൂർ കാണാനുള്ളതുണ്ട്. അപ്പം ഞാനിവിടെ ഇരിക്കുകയാണ്. അവരതിൻ്റെ അകത്ത് കയറി. അറേബ്യൻ താഹർ. This is called the Arabian Tahar. അറേബ്യൻ താഹർ. ഇതിനാണ് ഇത്രയും വലിയൊരു സ്പേസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറേബ്യൻ താഹർ. ഇതിനെയാണ് നമ്മൾ താഴെ കണ്ടത്. ഇത്രയും വലിയൊരു ഏരിയ ഇതിന് മാത്രം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് റിംഗ് ടെയിൽഡ് ലെമൂറസ്. കാണാൻ പറ്റുന്നുണ്ടോ എന്താണ്? കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം എന്തോ ആണ്. ഇതെന്താണ്? അയ്യോ, സംഭവമാണല്ലോ. ആഹാ, അടിപൊളി അടിപൊളി. ഹലോ, അടിപൊളി. നല്ല അത്രയും നേരം അതവിടെ ഇരിക്കായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ എഴുന്നേറ്റ് അതിന് കളിക്കാൻ. അവിടെ ഒരെണ്ണമുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കാണാം. എൻ്റെ മുഖം കിട്ടുന്നുണ്ടോ നോക്കട്ടെ. വെയിലാണ്, ഇപ്പം നല്ല വെയിലായിട്ട് എനിക്ക് പറ്റുന്നില്ല കാണാൻ പറ്റും. ഓഹ്, അടിപൊളി സീനാണ്. ടൈഗർ. നമുക്ക് ടൈഗറിനെ കാണാൻ പോകാം. ടൈഗറിനെ കാണാം. ഇവിടെ എവിടെയെങ്കിലും കാണാം. അല്ല, നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ ടൈഗറിനെ ടൈഗറിനുള്ള എന്ത് രസമുണ്ടെന്നറിയാം. അടിപൊളി സീൻ. ചെറിയൊരു കുളമുണ്ട്. ഇത്രയും വലിയൊരു സംഭവമാണ് ടൈഗറിന് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ടൈഗറിൻ്റെ ഒരു വൻ സെറ്റപ്പാണ്. ഞങ്ങൾ ടൈഗറിനെ പക്ഷേ കണ്ടില്ല. ടൈഗറിനെ കുറേ നേരം എവിടെയോ ഉണ്ട്. വലിയ കാട് പോലല്ലേ. ഇതിൻ്റെ എവിടെയാണ് ടൈഗർ കിടക്കുന്നതെന്ന് നമുക്കൊരു പിടിയില്ല. ടൈഗറിനെ കാണാൻ പറ്റിയില്ല. നടുക്കൊക്കെ ടൈഗർ എന്ത് ചെയ്യുന്ന നമുക്കറിയില്ല. തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റിയില്ല. അതിന് പകരം വേറൊരു സാധനം ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല. പേര് നോക്കണം. നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ടൈഗറിനെ കാണാം. ഇതിൻ്റെ പേരെന്താന്ന് ഇവിടെ എഴുതി വെച്ചു. ഗസൽ ഒന്ന് പറഞ്ഞേ.
So that's why they come to ഇത് the one that's vulture. But one is out. ഇത് ഓഹ് അടിപൊളി കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് വൾച്ചർ. ഒരെണ്ണയുള്ളോ? ഏയ് ഓ കണ്ടോ അടിപൊളി. അവിടെ ഒരെണ്ണം അങ്ങോട്ട് ഓടുന്നു. അത് വലിയ ഒരെണ്ണം ഇരിക്കുന്നു. Amma, one there. ഓക്കെ അവിടെ ഒരെണ്ണം നടപ്പുണ്ട്. ഇവിടെ രണ്ടെണ്ണം. അതിൻ്റെ പേരാണ് വൾച്ചർ. വൾച്ചർ ഇതായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഓ നമ്മുടെ ആമക്കുട്ടൻ. That's a lizard. ആമക്കുട്ടൻ എവിടോ കാണാൻ പറ്റുന്നുണ്ടോ? ആമക്കുട്ടനെ. ഓക്കെ ഓക്കെ ഓക്കെ. വാ നല്ല വ്യൂ. നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Do you see that? Big one and small one is there. ഇന്ത്യയെ And the side one. ആ ഓക്കെ. യോ ഡയന അതിൻ്റെ മണ്ട കയറില്ല. Danny, you can't do that. നമ്മളിത് ഇവിടെ കഴിഞ്ഞതാ. വെള്ളം എടുത്താൽ മതി. എൻ്റെ എടുത്തിട്ടോ വെള്ളത്തിന് വെയിറ്റിംഗ് കിട്ടോ. വെള്ളം എടുത്തിട്ടോ. വെള്ളം ടയേർഡായി. ഹലോ അടിപൊളി ഒരു സംഭവം കണ്ട്. ഹായ്. ഇത് ചെവിയലെന്താ ടാഗാണെന്ന് തോന്നുന്നു. ആ അതാ ചെവിയലൊരു ടാഗൊക്കെ ഉണ്ട്. അത് ആ അതല്ലേ എനിക്ക് തോന്നുന്നു. ഇതിനെയാണ് നമ്മളവിടെ കണ്ടത്. ഇതാണ്ട് ഇതാ. We all have to carry things. അതിൻ്റെ കൂടി ഈ ഒരു ബാഗ്. So if you know this is the giraffe. It's eating on the grass. And there's more over there. You can see that? And some over there. Where is that? Yeah, it's there. Feeding on the grass. And there is many more. കൂട്ടം. ഓ എന്നാ സംഭവം ഇത്? ഓ അവിടെ വലിയ എന്താ എൻ്റെ പേരെന്താ? വൈറ്റ് ഒരെണ്ണം ഉണ്ട് അവിടെ. അങ്ങോട്ട് പോയാലേ കാണാൻ പറ്റും. അവിടെ ഒരു സാധനം. ആ അവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന മണ്ട കയറിയിരിക്കുന്നുണ്ട്. ആ ഞാനൊരു അടിപൊളി സംഭവം കണ്ടു. വാഴ കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര അടിപൊളി വാഴ. ഒരു കൂട്ടം വാഴയാണ്. അടിപൊളി. സൂപ്പർ സൂപ്പർ സംഭവം.
the size of that? ഓക്കെ. ഓക്കെ. ആ അവിടോട്ട് പോയോ? നമുക്കൊരാളുടെ എൻട്രി കാണാം. അടിപൊളി എൻട്രിയാണ്. അതിൻ്റെ മാത്രം ഏരിയ ആണ് ഇത്രേ. അവിടെ നിൽക്കണേ. കറക്റ്റായിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോയി നിന്നാൽ കാണാം. ചീറ്റ. ഈ ചീറ്റ നമ്മളിവിടെ തപ്പിയെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും. നമുക്ക് നോക്കാം. ചീറ്റയെ നോക്കാനുള്ള എന്താ വെച്ചാ മടുത്തു പോയോ? ചീറ്റയെ കണ്ടില്ല. ഹായ്. ഉച്ച സമയമായി. എവിടെ പോയിരിക്കാന്നൊന്നും നമുക്കറിയത്തില്ല. ഏകദേശം 1:30 ഇന്ന് 15-ാം തീയതി ഡിസംബർ 15, 2025. ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അധികം തിരക്കില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല ആളുണ്ട്. വിശാലമായ ഏറിയ. ചീറ്റയെ കണ്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കാണുമായിരിക്കും. ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വീണ്ടും തുടങ്ങിയാണ്. ഇത് ജിറാഫിൻ്റെ ഒരു ഏറിയ തന്നെയാണ്. ഇതിന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ നമ്മൾ അവിടെ പേ ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ഇങ്ങോട്ട് വരവാണോ? നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വേണമേ. നമ്മൾ ചീറ്റയെ കണ്ടില്ല എന്നുള്ള വിഷമമായിരുന്നു. ചീറ്റയെ കണ്ടിരിക്കുന്നു. വാ ചീറ്റ. ഈ എന്നാ സാധനമാണെന്നറിയോ ഇത്? എടാ ചീറ്റക്കുട്ടാ, ഹലോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള വിശ്രമത്തിലാന്ന് തോന്നി ഇവന്. ഇതിന് മുമ്പേ നമ്മൾ കുറേ എടുത്ത് തപ്പി കാണാൻ പറ്റിയില്ല. ഇപ്പം കണ്ട് വന്ന് അങ്ങൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാട് പോലില്ല. ഇത്രയും വലിയൊരു ഏറിയയില്ല. താഴെ ഏതാണ്ട് വിശ്രമിക്കുകയാന്ന് തോന്നുന്നു പുള്ളി. ഹലോ. കണ്ണടച്ചിടക്ക ഉറക്ക. ഉച്ചമയക്കത്തിലാണ് അവൻ. ഉച്ചമയക്കത്തിൽ. അങ്ങനെ ചീറ്റയെ കുറേ നേരം കൂടെ കാണാൻ എനിക്കൊരാഗ്രഹം. ചീറ്റേ നല്ല ഉറക്കത്തില്ല കേട്ടോ. കുറച്ച് നേരം കൂടെ കണ്ണ് നിറയൊന്ന് കാണട്ടെ ഇവനെ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗൊറില്ല. അവിടോട്ടാണ് ഡെന്നിച്ചാൻ്റെ പോക്ക്. ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോണ ഇച്ചിരി ആക്റ്റീവായി.
ഗൊറില്ല. ഇങ്ങനെ നമ്മൾ കാണാൻ പോകാം. നമ്മുടെ വഴികളൊക്കെ ഭയങ്കര രസമുണ്ട്. ഒരു ഗുഹയിലോട്ട് നമ്മൾ കയറുകയാണ്. സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്. ഒരു ഗുഹയാണ്, നോക്കിക്കേ. ഗോറില്ല. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടപ്പം, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിനെ ഓപ്പൺ ആക്കി വിട്ടിരിക്കുമായിരുന്നു. പോസിങ് ചെയ്യുമോ? അയ്യോ, 1 2 3. ഗൊറില്ല ഡാനി അവിടെ ഇരുന്ന്, ഗൊറില്ലയുടെ കൂട്ടത്തിലിരുന്ന് നോക്കട്ടെ, ശരിക്കും നോക്കട്ടെ. വീഡിയോ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇവൻ്റെ മുഖം. ഇത് തിരിഞ്ഞിരിക്കുകയാണോ? എൻ്റെ ബാക്ക് സൈഡാണോ? വേണ്ട, അനങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഹലോ, ഒന്നും അനങ്ങുന്നില്ല. ഹലോ, എത്ര വലുതാണെന്ന് നോക്കിയേ. എത്ര വർഷത്തെ പഴക്കമുണ്ടായിരിക്കും. അതാണ്ട് അതങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടോ അനങ്ങുന്നതൊക്കെ, തിരിയുന്നതൊക്കെ? ഹലോ, എത്ര നോക്കിയേ. അവിടെ നോക്കുന്നു, നമ്മളെ നോക്കുക. അവിടെ ഒരാൾ എഴുന്നേക്കുവാണോ? അവിടെ കിടക്കാം, ഉരുളുവാണ്. ഇത് ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിൽ കൂടെ ആണ് നമ്മൾ കാണുന്നേ. ഇങ്ങോട്ട് കാണുന്നുണ്ടോ? നമ്മളെ നോക്കുന്നുണ്ടേ. സൂപ്പർ. സൂപ്പർ സംഭവം. ഇത് നടുവൊക്കെ കണ്ടോ? ആൾക്കാർ ഇതിൻ്റെ ഷാഡോ ആണ് നിങ്ങൾ ഗ്ലാസ്സിൽ കൂടെ നമ്മൾ കാണുന്നേ. പിള്ളേരൊക്കെ ഗൊറില്ല, വെസ്റ്റേൺ ലോലാൻഡ് ഗൊറില്ല. അതാണ്ട് സൂപ്പർ സൂപ്പർ വീഡിയോ. ഇതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയായിരുന്നു. എവിടെ പോവാണ്? പക്ഷെ എവിടെ പോവാണ്? അടുത്താണ്. അയ്യോ, സൂപ്പർ ജി, സൂപ്പർ. അയ്യോ, ഇത് വയസ്സേടി ഉണ്ട്. സൂപ്പർ, സൂപ്പറായി. ഒരുത്തം മടി പിടിച്ച് അവിടെ കിടപ്പുണ്ട്. അപ്പുറത്തെ ഗ്രൗണ്ടിൽ. അത് നമ്മൾ അങ്ങോട്ട് പോവുകയാണേ, ഓപ്പൺ ഗ്രൗണ്ടിൽ. അതെ, നമ്മളിങ്ങനെ, അതാ എനിക്ക് ഓർമ്മ വന്നേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ഓപ്പൺ ഗ്രൗണ്ടിലാണ് കണ്ടതേ. മഴയൊക്കെ പെയ്യുന്ന പോലെയുള്ള ഈ കാടിനുള്ളിൽ എത്ര ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നേ. എന്തേ അതാ റേഡിയോ കൂടെ ഇറങ്ങി. അതാണ്ട് അവിടെ അങ്ങ് ഇരിക്കുന്നു. അതാ അവിടെ ഇരിപ്പുണ്ട്. അവിടുന്ന് ഇവിടെ ചെറുതായിട്ട് വെള്ളം വീഴുന്ന കാണുന്നുണ്ടോ? വെള്ളം ഇങ്ങനെ മുകളിന്ന് വീഴുന്നുണ്ട്. ഇവർക്ക് കുളിക്കാനൊക്കെ ഉള്ള അരുവി പോലെ, ശരിക്കും ഒരു അരുവി പോലെ ഒരു തടാകം. അങ്ങനെ ഒരു വലിയൊരു അതാണ് അതിൻ്റെ പോച്ചയ്ക്ക് ഇതേണ്ട് വരുന്നുണ്ടോ? ശരിക്ക് വരുന്ന ഫുഡ് മഴ എല്ലാം പറിച്ചോണ്ട് വരുന്നു. അടിപൊളി. നമുക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. ശരിക്കും നമ്മളൊരു അവിടെ വലിയൊരു ഇവർക്ക് കളിക്കാനൊക്കെയുള്ള വലിയൊരു തോട് പോലൊക്കെ സൂപ്പറായിരുന്നു. ഓക്കെ, എത്ര വലിയ മതിൽ കെട്ടും കാര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിതെല്ലാം ഗ്ലാസിൻ്റെ, ഇതൊരു ഗ്ലാസ് ഡോറാണ്, ഗ്ലാസ്സാണ്, ഫുള്ള് ഗ്ലാസ്. പിന്നുള്ളതെല്ലാം വലിയ മതിലുകൾ. സൂപ്പർ. ഇതാണ് നമ്മുടെ ഗൊറില്ലയുടെ താവളം. ഓക്കെ, വലിയ മതിൽ കെട്ട്, വലിയ മതിലുകൾ.
പോച്ചയൊക്കെ പറിച്ചിട്ട് അത് തിരിച്ചു കയറി. ഇത്രയും വലിയൊരു ഏറിയ തന്നെ അതിന് ഒരുക്കിയിരിക്കുകയാണ്. ഇല്ല വീട് പോലെ. അതിന് കളിക്കാനും വലിയ തടാകങ്ങൾ, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഏകദേശം 2 മണിക്കൂറായി ഇതിൻ്റെ അകത്ത് കയറിയിട്ട്. ഇങ്ങനെ കിടക്കുകയാണ്. 6-7 മണിക്കൂർ കാണാനുള്ള കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. കൊച്ചുങ്ങൾ ശരിക്കും ടയേർഡായി. നടന്ന് അവർക്ക് ആദ്യമായിട്ടുള്ള ഡോണ വന്നിട്ടുണ്ട്. ഡയാന കുഞ്ഞിലെയാണ് പോയിട്ടുള്ളത്. അവൾക്ക് വലിയ ഓർമ്മയില്ല. ഓ, ഹൈനയെ നമ്മൾ മുമ്പേ കണ്ടില്ല. ആദ്യത്തെ വീഡിയോയിൽ സ്പോട്ട് ഹൈന, ക്രൊക്കൂട്ട അങ്ങനെന്തോന്നുണ്ട് വായിക്കുന്നത്. എനിവേ ഹൈന, ഈ ഹൈനയെ നമ്മൾ മുമ്പേ, അയ്യോ സൂപ്പർ. ഓ ഹൈന, എനിക്കത് കിട്ടി വീഡിയോ. അവിടെ ഒരെണ്ണം ഉറങ്ങുന്നു. ഓ സൂപ്പർ. അങ്ങോട്ട് പോ. ഓ ഇതാണ് ഹൈന. പിള്ളേരെ, ഓ ഹൈന എന്തേ അതിൻ്റെ ഫേസ്? അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഇല്ല അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണേ. ഇങ്ങോട്ട് വരെ ഫേസ് കാണാൻ പറ്റുമോ? യോ ഓ സൂപ്പർ ഹൈന കുട്ടാ, ഒന്ന് നോക്ക. ഓ ഒന്ന് നോക്കടാ. അയ്യവ കണ്ടില്ലേ? ഇതിൽ കൂടുതൽ എന്ത് വേണം? ആ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. താങ്ക് യു. ഇത് വന്ന് നമുക്ക് ഹൈനെ കാണാൻ പറ്റി. നല്ല ഒരു ഗൊറില്ലയുടെ വീഡിയോ കിട്ടി. ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? ഒരു സൂപ്പർ സാധനത്തെ ഞാൻ കണ്ടു. അയ്യോ ഇതെന്താ പിന്നെ? കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ട. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതിനെ കണ്ട്. അങ്ങൊക്കെ ഉണ്ട്. ജിറാഫന്മാർ നിൽക്കുന്നത് നല്ല പോസ്. എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, സൂപ്പർ. ഡോണയുടെ ആ ഓട്ടം, ജിറാഫിനെ കാണാനുള്ള ഓട്ടമാണ്. അതിൻ്റെ മുകളിൽ നല്ല വെയിലുണ്ട്. എനിക്ക് കണ്ണു തുറക്കാൻ പറ്റാത്ത വെയിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ജിറാഫിന് ഫുഡ് കൊടുക്കാം. നമ്മളവിടെ പേയ്മെൻറ്റ് അടയ്ക്കണം. ലാസ്റ്റ് തവണ ഞങ്ങൾ വന്നപ്പോൾ 25 dirhams ആയിരുന്നു തോന്നുന്നു. പോച്ച് കിട്ടും, അവിടുന്ന് തന്നെ പോച്ച് കിട്ടും. നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. 25 ആയിരുന്നു. എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നല്ല ചൂടുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ പറയുന്ന. കിട്ടിയോ? അത് ഞാൻ ആദ്യം വിചാരിച്ചേ ഇതെന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ. അയ്യോ അതെങ്ങനെ ഒറിജിനൽ സാധനമാണ്. അനങ്ങാതെ നിൽക്കുന്നുണ്ടല്ലേ. ഒറിജിനലാണ്. കണ്ട എന്തൊരു പോസ് അത്. അയ്യോ സീബ്ര ജിറാഫിൻ്റെ നല്ലൊരു ഫോട്ടോ എടുക്കാം. നമുക്കിനി ഫീഡിങ് ഏരിയയിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ കണ്ട് എന്ത് രസമുണ്ട്. വേണ്ട അടുത്തത് ഭയങ്കര ചൂടായി. വെള്ളമേ തടാകം, ഇങ്ങനെ വലിയൊരു ഏറിയ. സീബ്രയെ കാണാൻ പറ്റും. സീബ്രയെ ഫോക്കസ് ചെയ്യുക.
പറ്റുന്നുണ്ടോ? എനിക്ക് ഭയങ്കര വെയിലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. അവിടെ സീബ്ര ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ട് ആളെന്ത് ചെയ്യുന്നു. ഇച്ചിരി ഇങ്ങോട്ട് നോക്കണം. ആ കണ്ടില്ലേ? സീബ്ര അതുവഴിയൊക്കെ നടപ്പുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് സീബ്ര നടക്കുന്ന ജിറാഫിനെ കണ്ടു. അടിപൊളി. അടിപൊളി ജിറാഫ്. കണ്ടിട്ടും നമുക്ക് പോകണമെന്ന് തോന്നുന്നില്ല. അതുപോലെ സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ. നല്ല ചൂടുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എവിടെ? ഇന്ന് നടത്തൊന്ന് കാണട്ടെ. നടക്കൂ കൂട്ടാ. സൂപ്പർ. സാൻഡ് ക്യാറ്റ്. സാൻഡ് ക്യാറ്റ്. അങ്ങോട്ട് പോകാം. ഒരു ടി വിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സാൻഡ് ക്യാറ്റ്. നമുക്ക് കാണാം, നേരിട്ട് കാണാം. വായോ ഞങ്ങൾ ഇതിനെയൊക്കെ കണ്ടിട്ട് വരട്ടെ. സാൻഡ് ക്യാറ്റ്. ഓ പോകാം. സാൻഡ് ക്യാറ്റ്. ഇത് രസമുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വരണം. നല്ല രസമുണ്ട്. ആ കിടന്നുറങ്ങുന്നുണ്ടോ? മൂലയ്ക്ക് അതിനാണ് ഇത്രയും വലിയൊരു ഓക്കെ ഫേസ് എങ്ങനെ? അത് മുഖം അങ്ങനെ വെച്ചിരിക്കും. സാൻഡ് ക്യാറ്റ്. നമുക്ക് ഇവിടെ എവിടെയാണെന്ന് നോക്കാം. ഓ അയ്യോ എന്താടാ, സോറി. ഇവിടെ പിന്നെ ഫുഡൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കേജാണ്. നമ്മളിവിടെ നോക്കിയ ഇത് ഹിയർ കണ്ടോ? സ്കോർപിയോ കണ്ടോ? ഒത്തിരി നാളായി നമ്മൾ കുറച്ച് എലികളെയൊക്കെ കണ്ടിട്ട്. എന്തിയേ? ആ ഓ എന്തൊരു ഓട്ടോ ഇത്. ആണ്ടേലി ആ അങ്ങനെ ആക്കിയിരിക്കുക. അടിപൊളി. നമ്മൾ കാണാൻ പോകുന്നത് ഫെനക് ഫോക്സ്. ഓക്കെ ഇതുകൊണ്ട് കിടക്കുന്ന സൂം ചെയ്യട്ടെ എന്നാലേ കാണാൻ പറ്റും. ഫോക്സ് ഉറക്കമാണ്. ഫുഡ് അതിന്റെ മേളും ഉണ്ട്.
ഓക്കെ, അമ്മ കണ്ടു. ഫോക്സ് സ്പോട്ടഡ് ഹൈനയാ. ദിസ് സ്ട്രിപ്ഡ് ആ വര ഉള്ളത്. ഇതോ? ആ അതിന് അതെന്താന്ന് പറഞ്ഞേ? വരയുള്ളത് എന്താ? റെപ്റ്റൈൽ. റെപ്റ്റൈൽ. അവിടെ ഓക്കെ. പന്നിയെലി. എലിയുടെ പന്നിയെലിയാണോ അച്ഛാ? ഒക്കെ എൻ്റെ പേര്. ഒരു ചാട്ടം വന്നപ്പോഴേ ഞാനത് ഓഫ് ചെയ്ത്. എൻ്റെ അടുത്ത് വന്നു. ഹലോ, ഇപ്പം ചാടും. അതിൻ്റെ പേരാണ് എന്ത്? റോക്ക് ഹൈറാക്സ്. ഓ, ഇവൻ്റെ ഫേസ് ഇപ്പോഴാണ് ഒന്ന് കിട്ടിയേ. മുമ്പേ നമുക്ക് കിട്ടിയില്ലായിരുന്നു. നമുക്ക് ഹലോ ഹലോ, ഒരനക്കവും ഇല്ലല്ലോ. ഇതിങ്ങനാണോ നിന്നാണോ ഉറങ്ങുന്നത്? ആ ദേണ്ട അടുത്ത് ഓരണം. അവിടെ അവിടെ നിൽക്കുന്നു. സൂപ്പർ. തുമ്മുവാണോടാ? രണ്ടെണ്ണം കിടക്കുന്നു. മുമ്പേ നമ്മൾ കണ്ടയാ. ആദ്യത്തെ വീഡിയോയിലുണ്ട്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഇത് കാണുക. കുറേ ഉണ്ട് കേട്ടോ. ആദ്യം ഉണന്നു, മുമ്പേ ഉറങ്ങിയതാ, ഉണന്നു. രണ്ടെണ്ണം ഇവിടെ കിടപ്പുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. പോകാം. നമ്മള് അറ്റത്ത് നോക്ക്. എവിടെ? അറ്റത്ത് നോക്ക്. ആ ഓ അയ്യോ, കണ്ട ചാച്ചന് കിട്ടി. നല്ല പോയിന്റ് കിട്ടി. മറ്റേ സൈഡ്. മറ്റേ അതല്ല എന്നെ അപ്പുറത്ത്. ഏതാ? ഒരു മിനിറ്റ്. ആ നാണ്ട് ഇത്. ആ ഓക്കെ. ദിസ് വൺ ടൈഗർ. നല്ല ഉറക്കം. ലുക്ക് പ്രോപ്പർലി. ലോവർ ഇറ്റ്. Okay. Come. No. See, it is awake. Come. Wow. Oh. എന്ത് വെച്ചാ? എന്തേ മോനെ? എന്തിയടാ? അയ്യവ. താങ്ക് യു ഡോണ. ടൈഗർ. നമ്മളിവിടെ വന്നിട്ട് ഇതിനെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം. ഏതായാലും അതിങ്ങനെ സൂപ്പർ. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാത്തിനെയും കാണാൻ പറ്റും. വെരി ലേസി. നോ പ്രോബ്ലം. അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞേ. അല്ല, എനിക്ക് ഇത് വേണം. ഓക്കെ വെയിറ്റ്. കുക്കീസ് ആൻഡ് ക്രീം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വാനില കുക്കി ക്രീം, ചെറി ചീസ് കേക്ക്, സ്ട്രോബെറി. ഒരു ഭയങ്കര ഹാപ്പിയിലാണ്. ഇത്ര ഐസ്ക്രീം 22 dirhams കിട്ടിയില്ല. കുറേ കിളികളെ കാണാം. പിന്നെ
നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ലയൺ ഇവിടെ ഇല്ല, ടൈഗർ മാത്രമേ ഉള്ളൂ. ടൈഗർ ഉറക്കമാണ്, പക്ഷെ എന്നാലും കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ട്. കിളികൾ, ജിറാഫ്, ഇപ്പം 4:15 12 മണിക്ക് നമ്മൾ കയറിയതാണ്. എല്ലാവരും ടയേർഡായി. നമ്മളിപ്പോൾ ചിൽഡ്രൻസ് ഡിസ്കവറി ഗാർഡൻ അതിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്തേ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ ഹിപ്പോപ്പൊട്ടാമസ്
അയ്യേ. Amma don't take that way. ഓക്കെ. രണ്ടെണ്ണം ഉണ്ടല്ലോടാ. രണ്ടെണ്ണം ഒരുമിച്ചായിരിക്കുന്നത്. هتكون تعالى هتكون ക്രോക്കോഡൈൽ. എനിക്ക് തോന്നുന്നു അലയൻസ് സൂവിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം വന്നപ്പോൾ ഇവിടാണ് ആദ്യം വന്നത്. രണ്ടുണ്ടാവും. ഹിപ്പോപ്പൊട്ടാമസ്. അടിപൊളി രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്. അവിടെ അടുത്ത് പിടി. മോളിൽ ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം. അവനാണ് ഫ്രണ്ടിലെ ഹെഡ്, തല അവിടെയാണ്. Kobe, 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 India. Ala to. Number one Kobe. മറഡോണ. അടുത്തതല്ലേ ഇൻസൈഡ് സ്മെല്ലുണ്ടോ? ബാഡ് സ്മെൽ. ഞാൻ പോയ നല്ല ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ട് കിടക്കുന്നു. ഒരു കച്ചറയില്ല. ഇതാര്? Monkey. ഡാഡി Daddy, monkey. മങ്കിയുടെ സ്റ്റാച്ചു വരെ ഉണ്ട്. عضلنا في الجلد ما عطلنا يلا
ഇപ്പൊ ടൈം എത്രയായി? 5 മണിയായി. 12 മണിക്ക് കയറിയവരാണ്. 5 മണിയായി, കഴിഞ്ഞിട്ടില്ല. ഓ ചീറ്റ, അച്ഛാ ഓടിവാ ഓടിവാ. എന്ത് ചെയ്ത് എന്റെ വീഡിയോയില് ഇവിടെ വന്നെടുക്ക. കിട്ടിപ്പോയി. എന്ത് അതാ? ഓ ചീറ്റ ചീറ്റ. അതിന്റെ നോട്ടം കണ്ടോ? ഞാൻ കണ്ടില്ല. മൂവ് പ്ലീസ്. 1 and 2. ഇവിടെ വേടാ. മൂവ് ചെയ്യുന്നു. ഓടത്തില്ലേ? അത് ഓടിയാ എന്ത് സ്പീഡാന്നറിയാം. അടുത്ത ആളെന്തിയേ? സ്പീഡ് എത്ര? ദേണ്ട സ്പീഡ് എത്ര? ഒരാൾ അങ്ങോട്ട് പോയി. റൺ റൺ റൺ. ചീറ്റ അവിടെ. ഡയന ഓടിപ്പോയിട്ട് അവനെ മാഷ്